നീ ലിസ്റ്റ് പാത്തുമ്മക്ക് 8 മാസം പ്രായം. എന്ത് 8 മാസം? പാത്തുമ്മക്കല്ല, 8 മാസം പ്രായമുള്ള ക്രാവിനെ വേണോന്ന്. അത് ശരി, വായിക്കും. ലോനപ്പന് 16-ാം തീയതി കല്യാണം. മട്ടം പരുവത്തിലുള്ള ഒരു പശുക്കിടാവ്. ശങ്കരൻ കുട്ടി ഓർഡർ അനുസരിച്ച് കൊണ്ടുവന്ന ഉള്ള ചന്ത മുഴുവൻ കാര്യമാവും. ഒരു കാര്യം ചെയ്യും മദന, പാത്തുമ്മക്കുള്ളത് നീ നോക്ക്, ലോനപ്പനുള്ളത് ഞാൻ നോക്കാം. അതോ? ഇതാർക്കുള്ളടേ? ഇത് വിൽക്കണില്ല. അതാ നല്ലത്. ഇത് വേണോ അണ്ണാ? എന്നാ പിന്നെ ഇത് നോക്കി. അത് ഞാൻ കണ്ടതാ. ഇവനെന്താ ഇങ്ങനെ ഒറ്റ തിരിഞ്ഞിരിക്കണേ? ഹിപ്പോപ്പൊട്ടാമസിന് കൊമ്പുവെച്ച പോലെ കൊമ്പൈ, നല്ല കൊമ്പൈ. എന്റെ പൊന്നുമോനിനി ഇടവും വലവും നോക്കാതെ നേരെ വെച്ച് പിടിച്ചോ. അവരാച്ചന്റെ വീട്ടിലെത്തിയിട്ടേ നിക്കാവൂ. അവരാച്ചന്റെ വീടോ? അപ്പൊ ലോനപ്പനോട് എന്ത് പറയും? ആ തലതെറിച്ച പാത്തുമ്മത്തള്ളയ്ക്കുന്ന പശുവിനെ കൊടുത്തില്ലെങ്കിൽ അവർ നമ്മളെ തലവെട്ടും. കഴിഞ്ഞ കൊയ്ത്തിന് അവരാച്ചൻ കാശ് എന്നതാ. വിശാലായിട്ട് ഒരാഴ്ച സൂചിച്ച് നടന്നില്ലേ? സീനോട്ട് അനുസരിച്ച് കൊടുത്താൽ മതി. നടക്കടാ. ഇനി ഇങ്ങനെ ഈ ഒന്നും പാതി ഒന്നും പൊക്കാൻ പോണ്ട. പൊക്കണെങ്കിൽ ഒരു 5 എണ്ണത്തിന് ഒന്നിച്ചങ്ങ് പൊക്കി. അതെന്തിനാ ചന്ത തുടങ്ങാനാ? ചന്ത തുടങ്ങാനല്ല, പിന്നെ കാശ് വാങ്ങിയവന്മാര് ഇല്ലേ നമ്മളെ കിടത്തി പൊറപ്പിക്കില്ല. അവന്മാർക്ക് കാശ് എന്നിട്ട് അടുത്ത ദിവസം കാളെത്താ പശുനെത്താ നിങ്ങൾ പറഞ്ഞാൽ മതി. ഇതിന്റെ കട്ടപ്പാടും ബുദ്ധിമുട്ട് അവർക്ക് അറിയില്ലല്ലോ. അതെ അതെ, അതുകൊണ്ട് റേറ്റ് അല്പം കൂട്ടണം. പിന്നെ മുക്കാല് നിനക്കും കാലെനിക്കും എന്നുള്ള ഏർപ്പാട് ഇനി ശരിയാവൂല. നമ്മൾ ഒരുമിച്ച് തുല്യമായി കഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഇനി മുതൽ കിട്ടുന്നതിൽ പപ്പാതി ആദി 50-50, പകുതി പകുതി. അത് ശരി. ഒരു കാര്യം ചെയ്യും, നീ ഒരു ബ്രാഞ്ച് തുടങ്ങ്. എന്റെ ഓഫീസിൽ ഞാൻ ഇരുന്നോളാം. നിന്റെ സ്ഥിരം പരിപാടിയാണ് പാലം കിടക്കുമ്പോ കൂരായണ എന്നുള്ളത്. കൂരായണ മാത്രം പറയരുത്. പിടിപ്പിക്കാൻ വന്നതല്ല. പാണ്ടിക്കാളയാണ് പൊട്ട. ഇതിന് ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവൂല. ഇവന് തമിഴ് കൂപ്പറാ. നീ എന്താ പറഞ്ഞത്? തമിഴ് കൂവാനോ? കൂവാനല്ല, കൂപ്പിടാൻ. സിന്ധുവിനെ കൊണ്ട് കെട്ടിക്കാൻ മോനെ ഒന്ന് നിന്നെ. കല്യാണം കേട്ടപ്പോ നിന്ന് ഓടിക്കോ രമണ. സമ്മതത്തിന് നിനക്ക് സമ്മതമല്ലെങ്കിൽ വേണ്ട. നിന്റെ ഒരിഷ്ടത്തിന് നമ്മൾ എതിരെ നിൽക്കില്ല. കൊണ്ടുപോയടാ. നോക്കിക്കോ. ഞമ്മൾ ഇറങ്ങിയ യശോദേ, ഈ രമണ്ണയും അതന്നെയും കണ്ടാ ഞമ്മൾ അന്വേഷിച്ചു പറയണേ. ഒരു ചായ. പാല് തീർന്നു പോയി. അയ്യോ, എപ്പോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. അയ്യോ, നീ അറിഞ്ഞില്ലേ? നിന്നോട് ചോദിച്ചിട്ടാണോ അവിടെ പാല് വാങ്ങി വിൽക്കുകയൊക്കെ ചെയ്യുന്നത്? ചോദിക്കാനും പറയാനും ആളില്ലാത്തത് കൊണ്ടാണേ. എന്റെ കടയ്ക്കകത്ത് കയറി ഒന്ന് തോന്നിയാസം പറയുന്നു. ഇറങ്ങണ വഴിയില് മേലാൽ ഇതിനകത്ത് കയറി പോവരുത്. തള്ളേ, ആരോടാ കളിക്കുന്നെന്ന് അറിയാവോ? ഗോവിന്ദൻകുട്ടിന്ന് കേട്ടിട്ടുണ്ടോ? എടാ, ഗോവിന്ദൻകുട്ടിയുടെ കൂടെ നടന്നോന്ന് വെച്ച് നീ ഗോവിന്ദൻകുട്ടി ആവില്ലല്ലോ. മക്കൾ ചെല്ലേ, ഇറങ്ങ. അതെ, ഞാനും ഗോവിന്ദൻകുട്ടിയും കൂടി ഒരു ദിവസം ഇവിടെ വന്ന് ഒരു കലക്കണുണ്ട്. ഈ അസത്തെ എവിടെ പോയി കിടക്കുക? കിടന്ന് തൊള്ള തുറക്കാതെ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ആ ഗ്ലാസ് കരുതി കഴി വെക്കണി. ഈ അമ്മയുടെ ഒരു കാര്യം. ഹായ് രമണേട്ടനും മധുരേട്ടനും. ചേച്ചി വല്ലതും തിന്നാനെടുക്കും. നല്ല വിശപ്പ്. തിന്നാനൊന്നുമില്ല, തീർന്നു. അയ്യോ, ഈ ഷട്ടിലൊക്കെ എങ്ങനെ ചെലപ്പറ്റിയേ? പോരി നിങ്ങളുടെ അതല്ല, കാളപ്പോരി. എന്ന് വെച്ചാ ജയന്റെ ശരപഞ്ചര സിനിമ ജയഭാരതി കണ്ടിട്ടുണ്ടോ? ഞാൻ 3 പ്രാവശ്യം കണ്ടതാ. അതില് നമ്മുടെ ജയണ്ണൻ കുതിരയ്ക്ക് എണ്ണ തേക്കൂലേ? അതേപോലെ വിൽക്കാൻ കൊണ്ടുപോയ കാളയ്ക്ക് ഞാനൊന്ന് എണ്ണ തേച്ചു കൊടുത്തു. പിന്നെ ചെറിയൊരു ഫൈറ്റ്. അതിന് പറ്റിയതാ. അതിന്റെ ഉടമസ്ഥൻ വന്ന് ചവിട്ടി ചെളിയിലിട്ട് കാണും. ഉടമസ്ഥനേക്കാൾ ബുദ്ധിയാണ് കാളയ്ക്ക്. അതുകൊണ്ട് വന്ന വഴിയെ തിരിച്ചുപോയി. അയ്യ, തലയിലെഴുത്തില്ലെന്നേ. ചന്തയിൽ കിടന്ന് വെറും മട്ടനാവാൻ അതിന് പറഞ്ഞിട്ടുണ്ട്. നീ വെറുതെ മട്ടന്റെ കാര്യമൊന്നും പറയല്ലേ. എനിക്ക് വയറ് വെച്ചിട്ട് വയ്യ. എന്നാ നീ വാ, നമുക്ക് ആ ചെട്ടിയാരെ പറമ്പിന്ന് 5-6 കരിക്കടത്തിട്ട് കുടിച്ചോണ്ട് കിടന്നുറങ്ങാം. അതെ, 2 മാസം വെട്ടി കഴിയേണ്ട കാശ് കിട്ടാണ്ട് 3 മാസം വാടക കുടിക്കുക വേറെ. എല്ലാം കൂടെ നാളെ തന്നെ തരണം. പിന്നെ പാത്തു അന്വേഷിച്ച് പറയാനും പറഞ്ഞു. കുട്ടി നിർത്തി പറയൂ, എന്നാലല്ലേ ശ്വാസം കിട്ടൂ. എന്റെ പൈസ മര്യാദയ്ക്ക് തന്നില്ലെങ്കിൽ 2നും നാളെ ശ്വാസം ഉണ്ടാവില്ല. ശ്വാസം എല്ലാം എടുത്തോണ്ട് പോകൂ.
ബാക്കിയൊക്കെ അവിടെ വെച്ചേക്കുമല്ലോ. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. ജയഭാരതി, സ്വീറ്റ് ഡ്രീംസ്. എന്ന് വെച്ചാ അത് അവക്കറിയാം. ഒരു കാശിന് കൊള്ളുകയില്ല, 9 കാശിന് ഉപദ്രവവും. പോരാത്തതിന് വെളുത്തവാകും. എന്തുകൊണ്ടായാലും ഇത്തവണ ഉത്സവം പൊടി പൊടിക്കും. ഈ കാര്യത്തിൽ മാത്രം വലിയ എന്റെ അടുത്ത് തർക്കിക്കരുത്. ആ. ഈ ഫോറിൻ അടിക്കുന്നതിന്റെ സുഖം ഒന്ന് വേറെ നീ പോടാ അവിടുന്ന്. നാടൻ കനാൽ പരിങ്ങയുടെ സുഖം ഒന്ന് വേറെയാണ്, ചെലവും കുറവാണ്. കൊടുക്കണം. കുടുംബകാര്യമൊന്നും നോക്കാതെ വഴക്കും വക്കാണം പാട്ടും കൂത്തായിട്ട് രണ്ടുപേരും ഇങ്ങനെ നടന്നു. ഞങ്ങള് കുടുംബകാര്യം നോക്കാൻ വേണ്ടി ഇറങ്ങായിരുന്നില്ലേ? അതല്ല പറഞ്ഞത്, ഉത്സവം വരികയാ. ഓർമ്മയുണ്ടോ രണ്ടാൾക്കും? ഓർമ്മയുണ്ട്. അതെ. അല്ല, ഇത്തവണ ഉത്സവത്തിന് വിളക്കെടുക്കുന്നത് ആരാ? യഥാർത്ഥത്തിൽ ശിവശങ്കരന്റെ അമ്മാവനാണ് അതിനുള്ള അവകാശം. 10-20 കൊല്ലം മുമ്പ് വീട് വിട്ടു പോയ ആൾക്ക് എന്തോന്ന് അവകാശം ജീവിച്ചിരിപ്പുണ്ടോന്ന് തന്നെ ഉറപ്പില്ല. അതെ, അങ്ങനെ ഒരാളെ കുറിച്ച് ആലോചിക്കുന്ന കാര്യമേ ഇല്ല. അതുകൊണ്ട് ഇത്തവണത്തെ ഉത്സവത്തിന് അടുത്ത അവകാശി എന്ന നിലയ്ക്ക് വിളക്കെടുക്കുന്നത് ഞാനാ. അങ്ങനെ പറയുകയാണെങ്കിൽ അടുത്ത അവകാശി അച്ഛനാണ്. അച്ഛന് ഇതിലൊന്നും താല്പര്യമില്ല. അതുകൊണ്ട് നീ തന്നെ വിളക്കെടുക്കണം. ഏയ്, അതൊക്കെ നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. സമയമുണ്ടല്ലോ. ഒരു കെട്ട് ബീഡിതാടാ. ആ ഗോവിന്ദൻകുട്ടിയുടെ ശല്യം ഒന്ന് ഒതുങ്ങിയുള്ളൂ. അതുകൊണ്ട് ഇനി ആർക്കും ഞാൻ കടം കൊടുക്കില്ല. അയ്യോ, ഗോവിന്ദൻകുട്ടിയെ ഒതുക്കിയത് ആനമുറ്റത്തുകാരാണെങ്കിലും ഞങ്ങൾ പറഞ്ഞിട്ടാണെന്ന് അറിയാലോ. അതുകൊണ്ട് നോക്കിയും കണ്ടും പെരുമാറിയാ തനിക്ക് കൊള്ളാം. ഇല്ലേ മദന? എടോ, അസ്ഥി എണ്ണേണ്ടി വരും. അതെ, അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും ഒക്കെ ഇടപെട്ടാ കൊള്ളാം. അല്ലേ വല്യേട്ടാ? പിന്നല്ലാതെ ഈടിയുണ്ട്. വേണ്ട. അരിച്ചാക്കിന്റെ ഇടയിൽ കേറാതെ എലി പണി തരും. ഇനി വാ. ആ വാടക ഇങ്ങെടുക്ക. കഴിഞ്ഞ മാസം വാടക ചോദിച്ചപ്പോ താൻ എന്തുവാ പറഞ്ഞേ? കിളി പോലുള്ള 2 പെമ്പിള്ളേരുടെ ജാഥ കൊണ്ടുവരാമെന്ന്. എന്നിട്ട് എന്താ കിളി ഇതുവരെ വന്നില്ലേ? കല്യാണം കഴിക്കാത്ത വിഷമം ഉണ്ണിച്ചാട്ടന്മാർക്കേ അറിയൂ. അപ്പോഴാണ് അവന്റെ ഒരു കിളി പോലുള്ള ജാതകം വെച്ച് അത് പിന്നെ ചൊവ്വാദോഷം എന്നൊക്കെ പറഞ്ഞ് വല്യമ്മച്ചി എന്നെ വിട്ടും. അത് പേടിച്ചാ ഞാൻ അങ്ങോട്ട് വരാത്തത്. ഇപ്പൊ എന്റെ കയ്യിൽ കിളി പോലുള്ള 2. മതി. കൂടുതൽ വിവരിക്കണ്ട. താൻ ഇപ്പൊ പറഞ്ഞ 2 കിളികളുടെ കാര്യം ഞങ്ങളുടെ തറവാട്ടിലൊന്നും ഒന്ന് പറഞ്ഞ് അതൊന്ന് ശരിയാക്കി തരണം. അല്ലെങ്കിൽ ഈ കട ഒഴിഞ്ഞോണം. ഇപ്പൊ ഇപ്പൊ വേണ്ട, നാളെ മതി. എന്തിനാ ഉണ്ണിയേട്ടൻ നാളത്തേക്കാക്കണത്? ഇപ്പൊ തന്നെ അവന്റെ കൂടും കൊടുക്കുന്ന ഓടലേക്ക് എറിഞ്ഞേക്കാം. അതൊന്നും വേണ്ട, ഞാൻ വരാം. എന്നെ വല്യമ്മച്ചി വെട്ടിക്കൊന്നാലും കുഴപ്പമില്ല, ഞാൻ വരാം. താൻ മാത്രം വന്നാ പോരാ, 2 കിളികളുടെ ജാതകം കൂടി കൊണ്ടുവരണം. കിട്ടുമെങ്കിൽ അവരുടെ ഫോട്ടോ ഇപ്പൊ. അപ്പൊ ഞങ്ങളോ? നീ വൈകിട്ട് വാച്ചുമായി വീട്ടിൽ വാ. അപ്പൊ ഇന്ന് അവിടെ തുടങ്ങാം. അപ്പൊ അവനടാ കേറി വാ. വലത് കാല് വെച്ച് കേറി. മടിക്കണ്ട, നിന്റെ കാലല്ല. കേറി വാ. ഇങ്ങനെ കേറ്. ഉമ്മ എവിടെ? ഇപ്പൊ തന്നെ തരാം. ഉമ്മ തരല്ല, പാത്തുമ്മ താത്തന്നെ വിളി. പാത്തുമ്മ താത്ത. ഓ, എത്ര താ? പാത്തുമ്മ താത്ത 5 താ. പാത്തുമ്മ താത്ത 5 താ. അതെങ്ങനെയാണ്? പാത്തുമ്മ 5 താ. പാത്തുമ്മ വന്നു. ഹലോ. അന്നെന്ന് ഞാൻ എടാ പന്നി. അയ്യോ, ഇത് പന്നിയല്ല, പശുവാ. കൗ കൗ. ഇനി എവിടുന്ന് മോഷ്ടിച്ചാ വേണ്ട നമുക്ക് കൊണ്ടുപോയിക്കോ അവിടുന്ന്. ഇനി ഇതിന്റെ പേരിൽ ആനമുറ്റത്താർ ഇവിടെ വന്ന് ബൈക്കിന് മക്കാനത്ത് നിക്കണല്ലേടാ. ഇവിടെ പശുവിനെയും വേണ്ട പന്നീനെയും വേണ്ട. അയ്യോ, അവിടെയാണ് താത്തക്ക് തെറ്റിയത്. ഒരു ബിസിനസ് നടത്തുമ്പോ ഡീറ്റെയിൽ പറഞ്ഞു കൊടുക്കണ്ടടാ. സോറി. പാത്തുമ്മ താത്ത, ഇത് ആനമുറ്റത്തുള്ളതല്ല, ഇത് വേറെ മുറ്റത്തുള്ളതാ. ഈ കടമറ്റ എന്നൊക്കെ പറഞ്ഞു കേട്ട ഇതിന്റെ ഉടമസ്ഥൻ ഇവിടത്തെ വഴികളൊന്നും അറിയത്തില്ല. നിങ്ങൾ കൊണ്ടുപോയിട്ട് ധൈര്യമായിട്ട് കറന്നോളി. കൊണ്ടുപോടാ ഇവരീസുകളെ. ഞാൻ അപ്പോഴേ പറഞ്ഞതാണ്, ഐശ്വര്യം ഇല്ലാത്ത ഈ പശുവിനെ മോട്ടിക്കണ്ടെന്ന്. അപ്പൊ നീ രണ്ടുപേരും അവിടെ നിന്നേ. ഇപ്പഴെങ്ങനെയുണ്ട്? ഞാനൊരു ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അതെ, നമ്മുടെ കയ്യിൽ നിന്നും വാങ്ങിയ കായ് കൃത്യമായിട്ട് തിരിച്ചു തന്നേക്കണം. അല്ലേ നമ്മുടെ സ്വഭാവം അറിയാല. രമണ, പാത്തുമ്മത്തള്ളയ്ക്കും ഈ പശുവിനെ വേണ്ടാന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മൾ എന്തോ ചെയ്യും? അടിച്ചു മാറ്റിയ വീട്ടിൽ തന്നെ തിരിച്ചു കൊണ്ടുപോയി കെട്ടി ഒരു ചെറിയ സോറിയും പറഞ്ഞു പോയിരുന്നു. എന്നിട്ട് വേണം അവരെന്നെ അവിടുത്തെ ചാണാക്കുഴി ചവിട്ടി താക്കാൻ. നീ വേറെ വല്ലതും പറ. എങ്കിലൊരു പണിയായി. ഈ കയറിന്റെ അറ്റം നിന്റെ കഴുത്തെ കെട്ടി നിന്റെ കൂടെ നടന്നോ. എടാ, ആനമുറ്റത്തുകാരെ അറിഞ്ഞാൽ ഇതും ഏറ്റുപിടിക്കും. ആനമുറ്റത്തു നിന്നും വെക്കിയതല്ല. ഓ, അല്ലെന്ന് ആദ്യമേ പറഞ്ഞില്ലേ? എനിക്കൊരു ഐഡിയ. പറഞ്ഞ തൊലക്ക്. നീ ഈ പണ്ടാരത്തിന് ആ തെങ്ങിലോട്ട് കെട്ട്. എന്നിട്ട് നമ്മൾ മുങ്ങും. അല്ലാതെ കൂട്ടിരിക്കാൻ എവള് നിന്റെ കുഞ്ഞമ്മയൊന്നുമല്ലല്ലോ. അല്ല, അതിപ്പോ ഈ കെട്ടി പിടിയടാ, കെട്ട്.
ഇങ്ങോട്ട് വാ കിട്ട്. അയ്യോ ദാ, വിളിച്ചോ വിളിച്ചില്ല ആ. എന്താ ചെറിയ എന്ത് പറ്റി രമണ ആ. നിനക്കൊല്ല പറ്റിയോ കൊറേത്തോളം കടിച്ചോ ഹലോ എന്താടാ ഇവിടെ? ഈ വഴി പോയപ്പോ തെങ്ങ് കണ്ടു. പശുവിനൊന്ന് കെട്ടി നോക്കാന്ന് കരുതി. കാണുന്ന തെങ്ങിനൊക്കെ നീ കേട്ടോടാ. കിട്ടാൻ പറ്റിയ തെങ്ങാണെങ്കിൽ സൗകര്യം കിട്ടുമ്പോഴേ കിട്ടും ഇവൻ പറഞ്ഞു ഇവൻ പറഞ്ഞിട്ടാ ഇവൻ പറഞ്ഞ ആ ആനമുറ്റത്തുകാർ വന്ന് എന്റെ കഴുത്തെ പിടിക്കുന്ന കാണുമല്ലടാ. അയ്യോ അതെന്തിനെ അങ്ങനെ ആരും അടിച്ചോണ്ട് പോടാ. അയ്യോ പാം പാം പോട്ടെ. പോട്ടെ. കൊണ്ടുപോടാ. വാ ഈ തേങ്ങക്കൊക്കെ താങ്ങുമല്ലോ എങ്ങനെ പോടാ അവിടുന്ന്. മോളെ വാ മാമനോട് യാത്ര പറ ടാറ്റ പറ വാ ആഹാ നല്ല ബെസ്റ്റ് പ്ലേസ് അറ്റ കൈ പ്രയോഗമാണ്. ഇതിലും രക്ഷയില്ലെങ്കിൽ ടൗണിലെ ഏതെങ്കിലും ഹോട്ടലിൽ ഞാൻ ഇതിനെ മട്ടനാക്കി വിളമ്പും. തേടിയ വള്ളി കാലേ ചുറ്റി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ കാലേ ചുറ്റിട്ട് അഴിഞ്ഞില്ലെങ്കിൽ അഴിഞ്ഞില്ലെങ്കിലേ ദേ ഇങ്ങനെ അഴിക്കണം. കണ്ടാ നീ ആരെങ്കിലും വരുന്നുണ്ടോ നോക്കിയേ. ആ നോക്കി ആരും വരുന്നില്ല ഇങ്ങനൊരു തള്ളു. ഇപ്പൊ കാല ചുറ്റഴിഞ്ഞില്ലേ നോക്കിയേ. ആ അഴിഞ്ഞു അഴിഞ്ഞു ഇനി കൂടുതൽ നേരം ഞഞ്ഞാ പറയണ്ട ഈ പറമ്പിന്റെ ഉടമസ്ഥനാകനെ കണ്ട കുഴപ്പമാവും പറഞ്ഞ അല്ല രമണ ഈ കയറെന്തിനാ അത് നിനക്ക് വെറുതെ ഇരുന്ന് ബോറടിക്കുമ്പോ തൂങ്ങിച്ചത്ത് കളിക്കാൻ. വാ.